ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ചാനലിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ക്രിസ്പി ആൻഡ് സോഫ്റ്റായ ഉഴുന്നുവടയുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഉഴുന്നുവടയ്ക്കായിട്ട് ഞാൻ 1 കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 കപ്പോളം പച്ചരി, ഒരു പിടി പച്ചരി എന്ന അളവിലാണ് ഇടൽ. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു അളവ് കിട്ടാനായിട്ട് ഞാൻ 1/4 കപ്പിൽ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പച്ചരി കൂടി ഇട്ടതിന് ശേഷം ഇത് നല്ലവണ്ണം കഴുകിയിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. നല്ലവണ്ണം വെള്ളത്തിലിട്ടതിന് ശേഷവും ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് ഞാൻ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റായിട്ട് മിക്സിയിലേക്കിട്ട് അടിച്ചു കൊടുക്കാം. ഇത് അരച്ചെടുക്കാനായിട്ട് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. തുടക്കം തന്നെ ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ആ ഒരു നനവ് മതി. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം വെള്ളം ഒരുപാട് ഇങ്ങനെ തിക്കായി തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലൊന്ന് തിരിച്ചെടുത്തപ്പോൾ ഇതൊക്കെ അതുപോലെ നല്ല കട്ടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നേരെ അടിഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിന് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അടിച്ചെടുക്കാൻ. ഒരുപാട് പഞ്ഞ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് ഇതുപോലെ മാറ്റി വയ്ക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 8 കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് കടിക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചി, കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണിത്. പൊടിയായിട്ട് അരിഞ്ഞാലും മതി. പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ടിലോട്ട് ഇവയെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കുക. ഇതിപ്പം നമ്മുടെ മാവ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ കുറച്ച് നനവ് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി അരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൈ ഒന്ന് നനച്ചു കൊടുക്കുക. 2 കൈ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. കൈ നനച്ചതിന് ശേഷം കുറേശ്ശെ മാവ് കയ്യിലെടുക്കുക. എന്നിട്ട് മറ്റേ കൈയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ കൈ ഒന്ന് നനച്ചിട്ട് നടുവിൽ ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഇനി ഈ ഹോളിട്ടതിന് ശേഷം മറ്റേ കൈയിലേക്ക് മാറ്റുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഫ്രൈ ചെയ്യാൻ. എണ്ണ എപ്പോഴും നല്ല ഫുൾ തീയിൽ വെച്ച് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്ത് തുടങ്ങുമ്പോൾ മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്നുവട കോരി മാറ്റാം. ആവശ്യത്തിന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് മാവ് ബാക്കിയുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നല്ല മൂടിയിട്ട്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഫ്രൈ ചെയ്താലും മതിയാവും. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള ചട്നി കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്